ഇന്നലെ ഇന്ത്യൻ വനിതകളുടെ കിരീട നേട്ടം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ചില മുൻ താരങ്ങളും ചേർന്നിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റിൻ്റെ എല്ലാം ആയിരുന്ന മിഥാലി രാജ്, വർഷങ്ങളോളം ഇന്ത്യക്കായി മിന്നുന്ന പ്രകടനം നടത്തിയ ജൂലൻ ഗോസ്വാമി, അഞ്ജും ചോപ്ര എന്നിവർ ടീമിനൊപ്പം ചേർന്നിരുന്നു. അവരെല്ലാം കൂടി ഒരുമിച്ചാണ് വിജയം ആഘോഷിച്ചത്. അതേപോലെ ഈ വലിയ വിജയത്തിൽ ഇപ്പോൾ എല്ലായിടത്തും പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് അമോൽ മജുംദാർ എന്നത്. കിരീടം നേടിയ ടീമിൻ്റെ പരിശീലകനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും നിർഭാഗ്യവാനായ പ്ലെയർ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടി ഏറെ നാൾ ഒന്നാമനായിരുന്നു അദ്ദേഹം. പിന്നീട് വസീം ജാഫർ എത്തിയതോടെ രണ്ടാമനായി മാറി. 3-4 വർഷം മുമ്പ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചായി അപേക്ഷ അയച്ച ആളുകളിൽ അമോൽ മജുംദാറും ഉണ്ടായിരുന്നു. എന്നാൽ അത് കിട്ടിയത് മുൻ ഇന്ത്യൻ ഓപ്പണർ വിക്രം രാഥോറിനാണ്. ഏതാണ്ട് ആ സമയത്താണ് സൗത്ത് ആഫ്രിക്ക അവരുടെ ബാറ്റിംഗ് കോച്ചായി മജുംദാറിനെ എടുത്തത്. ഇന്ത്യൻ ജേഴ്സി ഒരിക്കൽ പോലും അണിയാത്ത അയാളെ അവർക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. കാരണം അവർ അയാളുടെ ക്രിക്കറ്റ് ചരിത്രം അന്വേഷിച്ചു പോയിരുന്നു. ആരാണ് ഈ മജുംദാർ എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പണ്ട് 1988 ഹാരിസ് ഷീൽഡ് ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിൽ ശാരദാശ്രമം വിദ്യാമന്ദിർ സ്കൂളിന് വേണ്ടി 2 കുട്ടികൾ ചേർന്ന് 3-ാം വിക്കറ്റിൽ അടിച്ചെടുത്തത് അന്നത്തെ ലോക റെക്കോർഡായ 664 റൺസായിരുന്നു. അവരെ അറിയാത്ത ഇന്ത്യക്കാരൊന്നും ഉണ്ടാകില്ല. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറും വിനോദ് കാംബ്ലെയുമായിരുന്നു ആ കുട്ടികൾ. എന്നാൽ അവർ രണ്ടുപേരും ക്രീസിൽ ഔട്ടാകാതെ നിന്ന് റൺസ് അടിച്ചു കൂട്ടുമ്പോൾ അടുത്തതായി ബാറ്റ് ചെയ്യാനുള്ള കുട്ടി പാഡ് അണിഞ്ഞ് പവലിയനിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഈ അമോൽ മജുംദാർ. ആ കാത്തിരിപ്പ് പിന്നെയും വർഷങ്ങളായി തുടരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആ മത്സരത്തിൽ അയാൾക്ക് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. പിന്നീട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആയിരക്കണക്കിന് റണ്ണുകൾ അടിച്ചു കൂട്ടിയിട്ടും ദേശീയ ടീമിലേക്ക് എത്താൻ കഴിഞ്ഞതുമില്ല. 1993 മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റ മത്സരത്തിൽ പുറത്താകാതെ 260 റൺസ് അയാൾ അടിച്ചിരുന്നു. 21 വർഷം നീണ്ട ഫസ്റ്റ് ക്ലാസ് കരിയറിൽ 171 മത്സരങ്ങളിൽ നിന്ന് 11,167 റൺസ് അയാൾ നേടി. അതിൽ 30 സെഞ്ചുറിയുണ്ട്. എന്നാൽ സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി, VVS ലക്ഷ്മൺ എന്നിവരടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആ സുവർണ കാലഘട്ടത്തിലാണ് അദ്ദേഹം കളിച്ചത്. അതുതന്നെയായിരുന്നു മജുംദാറിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യവും. മധ്യനിരയിൽ അന്ന് ഒരൊഴിവ് പോലും ടീമിലുണ്ടായിരുന്നില്ല. കളിക്കളത്തിൽ അന്ന് ലഭിക്കാതെ പോയ ആ അവസരമാണ് പരിശീലകൻ എന്ന നിലയിൽ അമോൽ മജുംദാർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ വനിതാ ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് അദ്ദേഹം അഭിമാനത്തോടെ നിൽക്കുകയാണ്. കളിക്കാരനായി കിട്ടാതെ പോയ അംഗീകാരം ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം നേടിയെടുത്തു. 2023 ഒക്ടോബറിലാണ് ഇന്ത്യൻ വനിതാ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി അമോൽ മജുംദാർ ചുമതല ഏൽക്കുന്നത്. വലിയ പ്രസംഗങ്ങളോ ക്ലാസുകളോ ഇല്ലാതെ ചെറിയ ഉപദേശങ്ങളിലൂടെയും കളിക്കാർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടും അദ്ദേഹം ടീമിനെ മുന്നോട്ട് നയിച്ചു. ഈ ലോകകപ്പ് തുടങ്ങിയപ്പോൾ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളോട് തുടർച്ചയായി തോറ്റപ്പോൾ വിമർശകർ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ കോച്ചിന് യാതൊരു ടെൻഷൻ ഇല്ലായിരുന്നു. സെമി ഫൈനലിന് മുമ്പ് ടീമംഗങ്ങൾക്കായി അദ്ദേഹം വൈറ്റ് ബോർഡിൽ എഴുതിയത് അവരെക്കാൾ 1 റൺ കൂടുതലെടുത്താൽ മതി, നമുക്ക് ഫൈനലിലെത്താം എന്നാണ്. ആ സമീപനമാണ് ഇന്ന് കിരീട വിജയത്തിൽ എത്തി നിൽക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ അവസാനിക്കുമായിരുന്ന അമോൽ മജുംദാർ എന്ന പേര് ഇനി ആഘോഷിക്കപ്പെടും. ആദ്യ രഞ്ജി മത്സരത്തിൽ 260 റൺസ് നേടിയ, 30 ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയും 60 അർദ്ധ സെഞ്ചുറിയും നേടിയ, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 50 റൺസ് ശരാശരി ഉണ്ടായിരുന്ന, സച്ചിനും കാംബ്ലിക്കുമൊപ്പം സ്കൂൾ ടീമിൽ കളിച്ച ബോംബെക്കാരൻ കൂടിയായ അമോൽ മജുംദാറിൻ്റെ അവസ്ഥ ഇതായിരുന്നു. സർഫറസ് ഖാനും സഞ്ജു സാംസണിനും വേണ്ടി ആക്രോശിക്കുന്നവർ ഒന്ന് ഓർത്തു വെക്കേണ്ട പേരാണ് അമോൽ മജുംദാർ എന്നത്.